സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള ബോക്സ് ഓഫീസ് ബാഹുബലി അടക്കി ഭരിക്കുമ്പോൾ ഓർമ്മ വരുന്നത് മമ്മൂട്ടി എടുത്ത ഒരു തീരുമാനമാണ്. ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്ത സമയം ചിത്രം കേരള ബോക്സ് ഓഫീസിലെ എല്ലാ ഇനിഷ്യൽ റെക്കോർഡുകളും തകർത്തിരുന്നു. ആദ്യ ദിനങ്ങളിലെ ബോക്സ് ഓഫീസ് കുതിപ്പ് കണക്കിലാക്കി ഗ്രേറ്റ് ഫാദർ 100 കോടി ക്ലബിൽ ഇടം നേടുമെന്ന് പോലും പ്രവചനങ്ങൾ ഉണ്ടായി. എന്നാൽ മറ്റ് ചിത്രങ്ങളുടെ റിലീസിംഗ് ആയിരുന്നു ഇതിന് ഭീഷണി. ആ ദിവസങ്ങളിൽ തന്നെയായിരുന്നു പുത്തമണത്തിന്റെ റിലീസിംഗും തീരുമാനിക്കുന്നത്. ഗ്രേറ്റ് ഫാദറിന്റെ വിജയക്കുതിപ്പിൽ മമ്മൂട്ടിയുടെ തന്നെ മറ്റൊരു ചിത്രം റിലീസ് ചെയ്താൽ ഇത് ഗ്രേറ്റ് ഫാദറിന്റെ കളക്ഷനെ ബാധിക്കുമെന്ന് മമ്മൂട്ടി ആരാധകർ ഭയന്നു. അതുകൊണ്ട് തന്നെ പുത്തമണത്തിന്റെ റിലീസിംഗ് നീട്ടിവെക്കണമെന്ന് മമ്മൂട്ടിയോട് ആരാധകർ ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിൽ പുത്തമണത്തിന്റെ ടീസർ റിലീസ് ചെയ്തപ്പോൾ നിരവധി പേരാണ് മമ്മൂട്ടിയോട് ഇത് ആവശ്യപ്പെട്ടത്. ചിത്രത്തിന്റെ നിർമ്മാതാവല്ലെങ്കിലും ഗ്രേറ്റ് ഫാദർ റെക്കോർഡുകൾ തീർക്കട്ടെ എന്ന് കരുതി മമ്മൂട്ടിക്ക് വേണമെങ്കിൽ പുത്തമണത്തിന്റെ റിലീസിംഗ് നീട്ടാൻ ആവശ്യപ്പെടായിരുന്നു. പക്ഷേ മമ്മൂട്ടി അതിന് തയ്യാറായില്ല. റിലീസിംഗ് നീട്ടിയാൽ 1 മാസത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ കൂടുതൽ ചിത്രങ്ങൾ എത്തുമെന്ന് മമ്മൂട്ടിക്ക് അറിയാമായിരുന്നു. ഒപ്പം ബാഹുബലിയുടെ റിലീസിംഗും. തൻ്റെ ഒരു ചിത്രം റെക്കോർഡുകൾ തീർക്കാനായി മമ്മൂട്ടി മറ്റൊരു ചിത്രത്തിനെ വൈകിപ്പിച്ചില്ല. അതുകൊണ്ട് ആരാധകരുടെ അഭ്യർത്ഥന സ്നേഹപൂർവ്വം നിരസിച്ചു. പരിശോധിച്ചാൽ മനസ്സിലാകും മമ്മൂട്ടിയുടെ തീരുമാനം എത്രത്തോളം ശരിയായിരുന്നുവെന്ന്. നല്ലൊരു ശതമാനം തിയേറ്ററുകളിലും ബാഹുബലി നിറഞ്ഞു കളിക്കുന്നു. ഒപ്പം CIAയും. ഇനി ഗോദ, രാമൻ്റെ ഏതന്തോട്ടം തുടങ്ങിയ ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നു. ഒരുപക്ഷെ റിലീസിംഗ് വൈകിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തമാക്കിയ വിജയം ഒരുപക്ഷെ പുത്തമണം നേടുകയില്ലായിരുന്നു. മറ്റു ചിത്രങ്ങളെയും അത് ബാധിച്ചേനെ. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.